സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ നക്ഷത്രങ്ങളെയും നക്ഷത്ര സമൂഹങ്ങളെയും കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനത്തിന് സഹായകരമാണ്. ഒരു നക്ഷത്രത്തെയോ നക്ഷത്ര സമൂഹത്തെയോ തിരയാൻ സ്റ്റാറ്റസ് ടൂൾ ബാറിലുള്ള സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ നക്ഷത്രത്തിന്റെ പേര് ടൈപ്പ് ചെയ്താൽ മതിയാകും. അഴ്സ മൈനർ എന്ന നക്ഷത്രത്തെയാണ് നാം തിരയുന്നത്. അഴ്സ മൈനർ എന്ന നക്ഷത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് സോഫ്റ്റ്വെയർ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നക്ഷത്രങ്ങൾ ദൃശ്യമല്ല. സ്റ്റാറ്റസ് ടൂൾ ബാറിലെ അറ്റ്മോസ്ഫിയർ എന്ന ടൂൾ ക്ലിക്ക് ചെയ്യുക വഴി നക്ഷത്രങ്ങളെ ദൃശ്യമാക്കാം. ഇപ്പോൾ നക്ഷത്രങ്ങൾ ദൃശ്യമാണ്. ടൂൾ ബാറിന്റെ ഇടതേ അറ്റത്തുള്ള കോൺസ്റ്റലേഷൻ ടൂൾ കിറ്റ് ശ്രദ്ധിക്കുക. ഇതിൽ ആദ്യത്തെ ടൂൾ ക്ലിക്ക് ചെയ്താൽ നക്ഷത്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വരകൾ ദൃശ്യമാകും. രണ്ടാമത്തെ ടൂൾ ക്ലിക്ക് ചെയ്യുക വഴി ഈ നക്ഷത്ര സമൂഹങ്ങളുടെ പേര് പ്രദർശിപ്പിക്കപ്പെടും. അവയ്ക്ക് എന്തുകൊണ്ടാണ് ഈ പേര് ലഭിച്ചത്? അവയുടെ രൂപത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പേര് നൽകപ്പെട്ടിട്ടുള്ളത്. ഏത് രൂപമാണ് ഈ നക്ഷത്ര സമൂഹത്തിന് എന്ന് തിരിച്ചറിയാൻ മൂന്നാമത്തെ ടൂൾ ക്ലിക്ക് ചെയ്യുക. അഴ്സ മൈനർ എന്ന നക്ഷത്ര സമൂഹത്തിന് കരടിയുടെ രൂപമാണ് ഉള്ളത്. ഈ നക്ഷത്ര സമൂഹത്തിലെ തിളക്കമുള്ള നക്ഷത്രം ശ്രദ്ധിക്കുക. വാൽ ഭാഗത്തുള്ള ഈ നക്ഷത്രത്തിൽ മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യുക. നക്ഷത്രത്തിന്റെ പേര് സ്ക്രീനിൽ പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പൊളാരിസ് എന്നാണ് ഇതിന്റെ പേര്. ധ്രുവ നക്ഷത്രം എന്നറിയപ്പെടുന്ന ഈ നക്ഷത്രം ഭൂമിയിൽ നിന്ന് ഏകദേശം 431 പ്രകാശവർഷം അകലെയാണ്. നക്ഷത്രത്തെ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്ക്രീനിൽ പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സിലക്ഷൻ ഒഴിവാക്കാനായി മൗസിന്റെ വലതേ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ഇടതേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക വഴി നക്ഷത്രത്തെ സെലക്ട് ചെയ്യാനും വലതേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക വഴി സിലക്ഷൻ ഒഴിവാക്കാനും സാധിക്കും. നക്ഷത്രത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിന് ടൂൾ ബാറിലുള്ള ഒക്കുലാർ വ്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നക്ഷത്രത്തെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാനുള്ള അവസരമാണ് ഉള്ളത്. സൂം ചെയ്യുന്നതായി കീബോർഡിലെ സ്ലാഷ് ബട്ടൺ അമർത്തിയാൽ മതിയാവും. ബാക്ക് സ്ലാഷ് ബട്ടൺ അമർത്തുക വഴി തിരികെ പൊസിഷനിൽ എത്തുകയും ചെയ്യാം. സമയനിരക്ക് വർദ്ധിപ്പിക്കുന്ന ടൂള് പരിചയപ്പെട്ടല്ലോ. സമയനിരക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ നക്ഷത്രത്തെ നിരീക്ഷിക്കാം. എന്താണ് നാം കാണുന്നത്? പൊളാരിസ് എന്ന നക്ഷത്രം ഒരു സ്ഥലത്ത് തന്നെ തുടരുന്നതും എന്നാൽ അതിനെ ആസ്പദമാക്കിക്കൊണ്ട് പ്രപഞ്ചഗോളങ്ങളൊക്കെ തന്നെയും ചുറ്റുന്നതുമായിട്ടുള്ള കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പൊളാരിസിന്റെ സ്ഥാനം ഉത്തരധ്രുവത്തിന് നേരെ മുകളിലാണ്. അതുകൊണ്ട് തന്നെ പൊളാരിസ് ചലിക്കുന്നതായി ഭൂമിയിൽ നിന്ന് നോക്കുന്നവർക്ക് അനുഭവപ്പെടുന്നില്ല.